ബ്രിട്ടാസ് എന്ന ബ്രിഡ്ജ വെട്ടിലായി CPM, വീണ്ടും കുരുക്കായി PM ശ്രീ വിവാദം. CPM-CPI ബന്ധത്തെ പോലും ഉലച്ച PM ശ്രീ കരാർ ഒപ്പിടലിന് പിന്നിൽ ഇടനിലക്കാരനായത് CPM കേന്ദ്ര കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാവായ ജോൺ ബ്രിട്ടാസ് MP എന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി തന്നെ തുറന്നു പറഞ്ഞതോടെ വീണ്ടും വെട്ടിലാവുകയാണ് CPM. പാർട്ടിയിലും മുന്നണിയിലും മന്ത്രിസഭയിലും ചർച്ച ചെയ്യാതെ രഹസ്യമായുള്ള ഒപ്പിടലിന് ബ്രിട്ടാസ് പാലമായത് ആരുടെ താൽപര്യപ്രകാരമെന്ന ചോദ്യമുയർന്നു. കേരള PM ശ്രീ കരാറിൽ ഒപ്പിട്ട ഘട്ടത്തിൽ തന്നെ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നന്ദി പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനും ജോൺ ബ്രിട്ടാസ് MPക്കുമാണ്. ആ ഇടനിലയാണ് അദ്ദേഹം രാജ്യസഭയിലും സാക്ഷ്യപ്പെടുത്തിയത്. കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ നയത്തിനെതിരെയും അത് സംസ്ഥാനങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തിനെതിരെയും രാജ്യസഭയിലടക്കം പ്രസംഗിച്ചിട്ടുള്ളയാളാണ് ബ്രിട്ടാസ്. അതേ നയത്തിന് സംസ്ഥാനത്തേക്ക് വാതിൽ തുറന്നു കൊടുക്കുന്ന പദ്ധതിയായ PM ശ്രീക്ക് വഴിവെട്ടാനാണ് അദ്ദേഹം രഹസ്യ ഇടനിലക്കാരനായത്. കേരളം രഹസ്യമായി ധാരണാപത്രത്തിൽ ഒപ്പിട്ട ശേഷവും PM ശ്രീയെയും NEPയെയും ശക്തമായി എതിർക്കുന്ന സമീപനമാണ് CPM കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും സ്വീകരിച്ചത്. എന്നാൽ അതേ കേന്ദ്ര കമ്മിറ്റിയിലെ ക്ഷണിതാവായ ജോൺ ബ്രിട്ടാസാണ് ഒപ്പിടലിന് ചരട് വലിച്ചതെന്ന് വ്യക്തമാകുമ്പോൾ പാർട്ടി ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതും വളരെയധികം പ്രധാനമാണ്. ഒക്ടോബർ 10 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ഒപ്പിടാനുള്ള രഹസ്യ തീരുമാനമുണ്ടായത്. ഒക്ടോബർ 23 ഡൽഹിയിൽ ഒപ്പിട്ടു. CPM, BJP, നരേന്ദ്രമോദി, പിണറായി വിജയൻ രഹസ്യ സഖ്യങ്ങളുണ്ടെന്ന UDF ആരോപണം ബലപ്പെടുത്തുന്നതാണ് പുതിയ വെളിപ്പെടുത്തൽ. തെരഞ്ഞെടുപ്പ് കാലത്ത് അത് CPMനെയും ഇടതുമുന്നണിയെയും കൂടുതൽ പ്രതിരോധത്തിലാക്കും. PM ശ്രീ കരാറിൽ ഇടനിലക്കാരൻ CPM MPയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമായി പറഞ്ഞുവെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ഇക്കാര്യത്തിൽ CPMും CPIയും നിലപാട് വ്യക്തമാക്കണം. സംസ്ഥാന സർക്കാരും BJPയും തമ്മിലുള്ള ഡീലുകൾ കുറച്ചു നാളുകളായി നടക്കുകയാണെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ വീട്ടിൽ പ്രഭാത ഭക്ഷണവും അമിത്ഷായുടെ വീട്ടിലെ കൂടിക്കാഴ്ചയും ഒക്കെ ചേർത്ത് വായിച്ച് PM ശ്രീയിലും ലേബർ കോർട്ടിലുമെല്ലാം ഒത്തുകളിയാണെന്ന് പറഞ്ഞതാണെന്നും KC വേണുഗോപാൽ ആരോപിച്ചു. ജോൺ ബ്രിട്ടാസ് ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന ആളല്ലെന്ന് മന്ത്രി GR അനിൽ. അങ്ങനെ പറഞ്ഞത് BJP മന്ത്രിയാണ്. PM ശ്രീ അടഞ്ഞ അധ്യായമെന്നും മന്ത്രി GR അനിൽ പറഞ്ഞു.